എല്ലാവർക്കും PSC സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് സെക്ടേഴ്സിനെ കുറിച്ചാണ്. മെയിനായിട്ട് 3 എക്കണോമിക് സെക്ടേഴ്സ് ആണുള്ളത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ. അതിൽ പ്രാഥമിക മേഖലയിൽ മെയിനായിട്ട് വരുന്നതാണ് കാർഷിക മേഖല. പ്രാഥമിക മേഖലയെ പറയുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല എന്ന്. അതിൽ വരുന്നതാണ് കൃഷി, മൈനിങ്, ഫിഷിംഗ്, വനപരിപാലനം, മത്സ്യബന്ധനം, ഇതെല്ലാം. സെക്കൻഡറി മേഖലയിൽ വരുന്നതാണ് മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ. ഇതിനെ വ്യാവസായിക മേഖല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സെക്ടറാണ് ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടറിലാണ് സേവന മേഖല എന്നറിയപ്പെടുന്നു. സർവീസസ്, റീറ്റെയിൽ, ടൂറിസം ഇവയെല്ലാം വരുന്നത് ടെർഷ്യറി മേഖലയിലാണ്. വീണ്ടും നമ്മുടെ എക്കണോമിക് സെക്ടേഴ്സിനെ പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് സെക്ടർ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് സർവീസസ് ഒക്കെയാണ്. അത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലും കൺട്രോളിലും ഒക്കെ ആയിരിക്കും. അതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സർവീസ് ആണ്. ഇവിടെ ഫണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഇനി പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവിടെ ഓണർഷിപ്പും കൺട്രോളും ഒക്കെ പ്രൈവറ്റ് ആയിരിക്കും. ഇവിടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. അടുത്തത് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറുമാണ്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിരിക്കും. റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ജോബ് സെക്യൂരിറ്റി ഒക്കെ നല്ലപോലെ കിട്ടും. പെയ്ഡ് ഹോളിഡേസ്, ഫിക്സ്ഡ് ആയിട്ടുള്ള വേജസ്, പിന്നെ വർക്കിംഗ് അവേഴ്സ് ഇതെല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടർ വരുമ്പോൾ ഇൻഫോർമൽ ആയിരിക്കും. ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിരിക്കില്ല. ഇവിടുത്തെ ജോബ് സെക്യൂരിറ്റി ഇതൊന്നും ഗ്യാരണ്ടി, വർക്ക് അവേഴ്സ് അതൊന്നും ഗ്യാരണ്ടീഡ് ആയിരിക്കില്ല. എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. നന്ദി.